അണ്ണാമലൈ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ DMK സർക്കാരിനെ പോലൊരു വൃത്തികെട്ട സർക്കാരിനെ കണ്ടിട്ടില്ല എന്നാണ് അണ്ണാമലൈ പറയുന്നത്. അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത്, ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കോളേജ് വളപ്പിലിട്ടിട്ട് കോമ്പൗണ്ടിലിട്ട് പീഡിപ്പിക്കുക. ആ പീഡനത്തിൻ്റെ ഭാഗമായി ഒരു DMK പ്രവർത്തകൻ കുടുങ്ങി. അതും പോകട്ടെ എന്ന് വെക്കാം. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ സർക്കാർ എന്താ ചെയ്തത്? ഇതിലെ FIR വിവരങ്ങൾ മുഴുവൻ പുറത്തുവിടുക. ആ ഇരയുടെ വസ്ത്രം, ഇര വസ്ത്രം ധരിച്ച രീതിയിൽ പ്രശ്നമുണ്ടെന്ന് പറയുക. അത് ഒരാളെ പ്രലോഭിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുക. ഹൈക്കോടതിയോട് തെറി കേൾക്കുക തുടങ്ങി. ഇത് നമ്മൾ ഇതുവരെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഒരു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എവിടെയും കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. പിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഇവർ പറയും ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ് എന്ന്. ഇവിടെ പ്രത്യക്ഷത്തിൽ പോലീസ് തന്നെ ഇരയ്ക്കെതിരെ പറയുന്ന ഒരു രീതി തമിഴ്നാട്ടിൽ കാണുന്നു. അതിനൊരു ശക്തമായ രംഗത്തെത്തിയിരിക്കുകയാണ് അണ്ണാമലൈ. എന്തൊക്കെയാണ് വിവരങ്ങൾ? അണ്ണനും തമ്പിയും നമ്മൾ കേട്ടിട്ടില്ലേ, സ്റ്റാലിനും പിണറായി. ഇവിടെ എന്ത് നടക്കുന്നോ കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്തൊരു സുരക്ഷയാണുള്ളത്. സെയിം തന്നെയാണ് അവിടെയും. ഇവിടെ അണ്ണൻ വരുമ്പോൾ തമ്പി കെട്ടിപ്പിടിക്കും, തമ്പി ഇവിടെ നിന്ന് അങ്ക ചെല്ലുമ്പോൾ അണ്ണൻ കെട്ടിപ്പിടിക്കും. ഇതാണ് നടക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും പിന്നെ ഈ രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങൾ, ഭരിക്കുന്നത് ഒരുപോലെയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും അണ്ണാമലയെ പോലൊരു BJPയുടെ അധ്യക്ഷൻ തമിഴ്നാട്ടിലുള്ളത് കൊണ്ട് സ്റ്റാലിന് കൂടെ BP കൂടി ആശുപത്രിയിലാകും. കാരണം സ്റ്റാലിൻ ചെയ്യുന്ന കൊള്ളരുതായ്മകളും സ്റ്റാലിൻ സർക്കാർ ചെയ്യുന്ന സ്ത്രീകളോടും കുട്ടികളോടും കാണിക്കുന്ന കരുതലില്ലായ്മയും സുരക്ഷിതത്വമില്ലായ്മയും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അണ്ണാമലൈ രംഗത്തെത്തുമ്പോൾ ഇവരൊക്കെ വിറയ്ക്കുകയാണ്. അണ്ണാമലൈ രംഗത്തെത്തിയതിന് ശേഷം ഉദയനിധി സ്റ്റാലിനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? അണ്ണാമലൈ ഇല്ലാത്ത സമയത്തൊക്കെ നാക്കിന് 16 അടി നീളവുമായി ഉദയനിധി തമിഴ്നാട് മുഴുവൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദയനിധിയുടെ ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ്. ഉദയനിധി ഉപമുഖ്യമന്ത്രിയാണ്. ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. കാരണം അണ്ണാമലൈ അത്രത്തോളം ശപഥമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതൊരു BJPക്ക് വേരുറപ്പിക്കുക എന്നതിനപ്പുറം ഒരു മനുഷ്യത്വം തന്നിലൂടെ ഉണ്ടാകണം. കാരണം അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട കടമ ഒരു ഭരണാധികാരിക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു സേവകനുണ്ട് എന്നുള്ളത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണ് അണ്ണാമലൈ എന്ന് പറയുന്നത്. അദ്ദേഹം ചില്ലറക്കാരനൊന്നും അല്ല. വിവരത്തിലും വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹം ചോദിക്കുന്നത്, നാണമില്ലേ DMK സർക്കാർ നിങ്ങൾക്കിങ്ങനെ FIR ചോർത്തി നൽകാൻ? ചോദിക്കുന്നത് ഒരു സത്യമല്ലേ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പാർത്ത FIR? പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ആ ഇരയുടെ പേര് പോലും പറയാത്തത് എന്തുകൊണ്ടാണ്? മരണപ്പെട്ടാൽ പോലും നമ്മൾ പേര് പറയാത്ത എന്തുകൊണ്ടാണ്? ഡൽഹിയിൽ മരണപ്പെട്ട കുട്ടിക്ക് നിർഭയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ പേര് പോലും പറയാൻ നമ്മൾ എന്തിനേറെ പറയുന്നു? നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പോഴും അതിജീവിത എന്നാണ് നമ്മൾ പറയുന്നത്. ആ പേര് പോലും നമ്മൾ ഉച്ചരിക്കാത്തത് ആ ഇരയ്ക്ക് ഒരു തരത്തിലുമുള്ള മാനക്കേട് ഓൾറെഡി അവർ അത് അനുഭവിച്ചു കഴിഞ്ഞു. ഇനി നമ്മളിലൂടെ സമൂഹത്തിലൂടെ വീണ്ടും അവർ അപഹാസ്യരാകരുത് എന്നുള്ള ഒരു നിലപാടിൻ്റെ പുറത്ത്, നിയമം അങ്ങനെ അനുശാസിക്കുന്നതിൻ്റെ പുറത്താണ് പേര് പോലും നമ്മളാരും പറയാത്തത്. പെരുമ്പാവൂരിലെ കൊലപാതക കേസിലും നിയമ വിദ്യാർത്ഥി എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഗോവിന്ദചാമിയുടെ വിഷയത്തിലാണെങ്കിലും നമ്മളത് ആ പേര് പറയാൻ തന്നെ നമുക്ക് വലിയ മടിയാണ്. ഈ മരണപ്പെട്ടു പോയെങ്കിലും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ പേരുകൾ പറയാൻ പലപ്പോഴും നമ്മളൊക്കെ മടിക്കുന്നത് അവരോടുള്ള ഒരു ബഹുമാനത്തിൻ്റെ കൂടുതൽ കൊണ്ടും അവരുടെ കുടുംബത്തെ വീണ്ടും അവർക്ക് മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇരയെ വലിയ രീതിയിൽ നാണം കെടുത്തുന്ന ഈ പറയുന്ന ഭരണാധികാരികൾക്കും പെൺമക്കൾ ഉള്ളതല്ലേ? ഇവർക്കും സഹോദരങ്ങളും ഭാര്യയും അമ്മയും ഒക്കെ ഉള്ളതല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇവരുടെ വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് ഇത് സംഭവിച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ വീണ്ടും സമൂഹത്തിൽ അപഹാസ്യമാക്കുമോ? അതിൻ്റെ ജനനേന്ദ്രിയത്തിൽ ആഴത്തിലുള്ള മുറിവെന്നാണ് മെഡിക്കൽ പരിശോധന റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി അനുഭവിച്ച വേദന എത്രത്തോളം മാരകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലേ മുന്നോട്ട് പോകേണ്ടത്. അവിടെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് പറഞ്ഞ ഡോക്ടർ, ആദ്യമായി ആ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ആ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലെ മുറിവ് കണ്ടിട്ട് താൻ ഭയന്നുപോയി എന്നാണ്. അതായത് ഒരു സർജനാണ് പറയുന്നത്. മനസ്സിലാക്കണം. അപ്പോൾ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി, അത് ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ പൊതുമധ്യത്തിൽ വീണ്ടും അപഹാസ്യമാക്കുക, അവളുടെ ഡ്രസ്സിങ് രീതി ശരിയല്ലാത്തത് കൊണ്ടാണ്
പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നാൽ പിന്നെ സിനിമയിലൊക്കെ നടിമാരെയൊക്കെ തമിഴ് സിനിമാ ലോകം എന്ന് പറയുന്നത് ഗ്ലാമറസിന്റെ ലോകമാണ്. അവിടെ നടിമാർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ നീളവും അളവും ഒക്കെ എത്രയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ നടിമാരെയൊക്കെ ചെന്ന് നമ്മൾ ഈ കാണുന്ന കഴപ്പ് മൂത്ത് കിടക്കുന്നവന്മാരൊക്കെ ചെന്ന് ബലാത്സംഗം ചെയ്യണ്ടേ? അല്ല, ആദ്യം പ്രതിപട്ടികയിൽപ്പെടുത്തേണ്ട ആരെയാ? ഉദയനിധി സ്റ്റാലിനെ അല്ലേ? അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച നടിമാരുടെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ നമുക്ക് കാണുന്നതല്ലേ. അപ്പൊ പിന്നെ അപ്പൊ അണ്ണാമലൈ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? നിങ്ങൾക്ക് നാണമുണ്ടോ? ഇത്തരത്തിൽ FIR ചോർത്തി ഒരു ഇരയെ ഇങ്ങനെ നാണം കെടുത്തി പൊതുസമൂഹത്തിൽ ഇങ്ങനെ അപഹാസ്യമാക്കി നിർത്താൻ നിങ്ങൾക്ക് നാണമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ഒരു BJP പ്രവർത്തകന്റെ അല്ല, അതൊരു എന്താ പറയുക, ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരനായ ഒരാൾ ഒരു ഭരണകൂടത്തിന്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യമായിട്ടേ നമുക്ക് കാണാൻ കഴിയൂ. അണ്ണാമലൈ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹം BJPയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നു എന്ന് പറയാം. അതെ, ഈ വിഷയത്തിൽ ഈ ചോർത്തി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറയുന്ന കമ്മീഷണർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് FIR വായിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയുടെ ഡ്രസ്സിംഗ് രീതിയെ പറ്റി പിന്നെ ആ കമ്മീഷണർ പറയുകയാണ്, ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും കമ്മീഷണറായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഹൈക്കോടതി ചോദിച്ചത് ഇയാൾ എന്താണ് ചെയ്തത്? ഈ കമ്മീഷണർ ഇവിടെ സ്ഥാനത്ത് വെച്ചിരിക്കാൻ പോലും യോഗ്യനല്ല അയാൾ, നിങ്ങൾ നടപടിയെടുക്കൂ എന്നാണ് തമിഴ്നാട് സർക്കാരിനോട് പറഞ്ഞത്. എന്നിട്ട് തമിഴ്നാട് സർക്കാർ അനങ്ങിയിട്ടില്ല ആ കാര്യത്തിൽ. എന്നിട്ട് ഈ ഒരു DMK പ്രവർത്തകൻ, ഈ പറയുന്ന ഈ പ്രതി ഒരു DMK പ്രവർത്തകനാണ്, ബന്ധമുള്ള ആളാണ്. അണ്ണാമലൈ, എനിക്ക് തോന്നുന്നു അണ്ണാമലയൊക്കെ പ്രതിഷേധ സംഘടിപ്പിച്ച ശേഷം അയാൾ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറായത്. അതെ, അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറായത് അതിനുശേഷമാണ്. അതിനുശേഷമാണ് വിജയ് പോലും പ്രതിഷേധിച്ചത്. വിജയ് ഇടപെട്ടു. അത് അങ്ങനെയെങ്കിലും പറയാമല്ലോ നമുക്ക്. വിജയ് ഇടപെടാനെങ്കിലും ഒരു മനസ്സ് കാണിച്ചത്. അതും അണ്ണാമലയുടെ പ്രതിഷേധത്തിന് ശേഷമാണ്. ഇവിടെ ഇത്രയും ഭീകരമായ ഒരു പീഡനം നടന്നിട്ട് അതിനെ സർക്കാർ തന്നെ അട്ടിമറിക്കുന്നത് കണ്ടിട്ട് അവിടേക്ക് എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നും ഈ ഷോ വർക്കുമായി വരാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഒരു പട്ടി ചത്താൽ പോലും ഇവർ അന്നേരം വരുമല്ലോ. അതായത് എന്തെങ്കിലും തരത്തിൽ അവിടെ പട്ടി ചത്തിട്ടുണ്ട് അതിന്റെ അല്ല, ഈ ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഉത്തർപ്രദേശ് ചെറിയ കാര്യങ്ങൾ സംഭവിക്കും പോലും അതിനെതിരെ സംഭാലിൽ പോയത് രാഷ്ട്രീയ കളിക്കാണ്. ഇവിടെ വന്ന് രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ, ഇപ്പൊ രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്നിട്ട് സ്റ്റാലിന്റെ മുഖത്ത് നോക്കി എന്ത് ഇരക്കൊപ്പം നിൽക്കാത്ത എന്ന് ചോദിച്ചാ നീ പോടാ, നീ ആരടാ ഞങ്ങളോട് ചോദിക്കാം, നീ പോയി തരത്തിക്കളി. ഇല്ല, അതുമായിട്ട് നിന്നെ തന്നെ ഞങ്ങൾ ഇതിന്റെ തലപ്പത്ത് വെച്ചിരിക്കണോ, ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് വെച്ചിരിക്കണം, ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ ഇടയ്ക്കാണ് നീ ഇവിടെ ഷോ അടിക്കാൻ വന്നത്, പോയി തരത്തിക്കളി എന്ന് പറയും. അല്ല, ഈ ആസിഫയ്ക്ക് വേണ്ടി നമ്മളൊക്കെ കണ്ണീര്, ഞാനും അതിൽ പങ്കാളിയായിരുന്നു. ശരിയാണ്, ഒരു കുട്ടിയും കൊല്ലപ്പെടാൻ പാടില്ല. പക്ഷെ ആസിഫ മോളുടെ അതേ നീതി ഈ പറയുന്ന പെൺകുട്ടിക്കും കിട്ടേണ്ടതാണ്. അതേപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ ഉത്തർപ്രദേശിൽ, അതെ, കത്തുവയിലാണ് ഞാൻ ഈ പറയുന്നത്, ആസിഫ എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ ക്രൂരമായി ഉപദ്രവിച്ചത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഉത്തർപ്രദേശിലെ UP തന്നെ ഒരു MLA പീഡനത്തിനിരയായ ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് ആ പേര് എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല. അവിടെയൊക്കെ അതൊക്കെ സംഭവം നടന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ കത്തുകയായിരുന്നു കേരളം. അതായത് വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിൽ നടന്നു. പക്ഷെ നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ ഈ തമിഴ്നാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട്, ദുരന്തമെന്ന് നമ്മുടെ ദുരന്തം തന്നെയാണ്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ദുരന്തമല്ലേ. അങ്ങനെ ആ വലിയ ഒരു ക്രൂരമായ ആക്രമണം സംഭവിച്ചിട്ട് അവിടെ അണ്ണനാണ് ഭരിക്കുന്നത് എന്നുകൊണ്ട് ഇവിടുത്തെ യുവജന സംഘടനകളും യൂത്ത് കോൺഗ്രസും ഒന്നും തന്നെ മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് ഇവിടത്തെ മാധ്യമ ചർച്ച 9 മണിക്ക് നയിക്കുന്ന ചില സിംഗങ്ങളുണ്ട്. ഈ സിംഗങ്ങൾക്കൊന്നും ഇത് കാണുന്നില്ല. വന്ന് നിലവിളിക്കുന്ന ആളുകളുണ്ട്. UP നോക്കി, നോർത്ത് ഇന്ത്യയെ നോക്കി നിലവിളിക്കുന്ന മാധ്യമ സിംഗങ്ങൾക്ക് ഇത് കാണാനേ ഒരു സമയവുമില്ല. അവരുടെ കരച്ചിലൊന്നുമല്ല, അവർക്കിപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷ ആരാകും എന്നുള്ള കാര്യത്തിലാണ് ചർച്ച. അല്ലെ, അത് കണ്ടപ്പോഴാണ് ഇന്നലെ ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല, ചാനലിൽ ഇരുന്നിട്ട് BJPയുടെ ഉൾപ്പോര്, BJPക്കകത്ത് ഉൾപ്പോര്, അത് ഇവരെങ്ങനെ അറിഞ്ഞു? BJPയുടെയോ കോൺഗ്രസിൻ്റെയോ CPMലോ ഉൾപ്പോരുണ്ടെങ്കിൽ അത് തീർക്കാൻ പാർട്ടിക്ക് അറിയാം. ഇവരിവിടെ കിടന്ന് ചിലച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവർക്ക് സംസാരിക്കാൻ എന്തെല്ലാം കാര്യമുണ്ട്. ഒരു ദിവസം എടുത്തു വെച്ച വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടും, ഇവർ അന്വേഷിക്കാത്തെന്താ? ഈ ഗോവിന്ദസ്വാമിയൊക്കെ ഇങ്ങനെ ജയിലിലിട്ട് തിന്നു കൊഴുക്കുന്നു, ഇവർ അന്വേഷിക്കാത്തെന്താ? ഉത്തരവാദ കേസിലെ സൂരജിന് കള്ള സർട്ടിഫിക്കറ്റ് നൽകിയതിനെ കുറിച്ച് ഇവർ ചർച്ച ചെയ്യാത്തെന്താ? അപ്പൊ റേറ്റിംഗ് ആണ് പ്രശ്നം. ഇവർക്ക് ധന്യ പറഞ്ഞതുകൊണ്ടാണ് ആ മറ്റേ RTO ഉണ്ടല്ലോ, ഈ പറയുന്ന MVD കിരണിന് 30 ദിവസത്തെ പരോൾ കൊടുത്തു. എങ്ങനെയാ പരോൾ കൊടുത്തേ? പരോൾ കൊടുത്തതും കൂടി അതും നമ്മൾ വേറെ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം പോലീസ് റിപ്പോർട്ട് കൊടുക്കരുത് എന്നായിരുന്നു, എന്നിട്ടും കൊടുത്തു പരോൾ. ഇതെന്താ ഇവർ ചർച്ച ചെയ്യാത്ത? ഇത് ചർച്ച ചെയ്യില്ല. ഈ ഇടുക്കിയിൽ ഒരു
പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയിട്ട് അവനെ കോടതി വെറുതെ വിട്ടു. വിട്ടു. അതും പോലീസിന്റെ പ്രശ്നം കൊണ്ട്, പോലീസ് കൃത്യമായി അന്വേഷിക്കാത്തത് കൊണ്ട്, ശാസ്ത്രീയ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട്. എന്നിട്ട് അവനെ വിളിച്ചെടുത്ത് സ്റ്റുഡിയോയിലിരുത്തി മഹാനാക്കി മാറ്റി ആ വ്യക്തി ഇന്ന് മുങ്ങിയിരിക്കുക എന്ന് കോടതിയിൽ ഹാജരാക്കില്ല. അവനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോടതി വീണ്ടും. ഇതൊന്നും ചർച്ച ചെയ്യാൻ അവർക്ക് റേറ്റിംഗ് ഇല്ല പാർത്ത. ഇതിപ്പോ തമിഴ്നാട്ടിലെ പെൺകുട്ടിയെ ആർക്കറിയാം, എത്ര പേർക്കറിയാം? അവൾ പീഡിപ്പിക്കപ്പെട്ടാൽ എന്താ, അവള് മരിച്ചാൽ എന്താ, അവള് ജീവിച്ചാൽ എന്താ? ഇതൊക്കെ ആർക്കാണ് കേൾക്കേണ്ടത്? ഇതൊക്കെ ആർക്കാണ് കാണേണ്ടത്? അവർക്കൊക്കെ ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ, അവർക്കൊക്കെ റേറ്റിംഗിന്റെ പ്രശ്നങ്ങളുണ്ട്. പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് തമ്മിലടിയാണ് നടത്തുന്നത്. അവർക്ക് ജനങ്ങളുടെ ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്, നിർഭയമായി നേരോടെ ഞങ്ങൾ നിൽക്കുന്നു, ഇതൊക്കെ പറച്ചില്ലല്ലേ ഉള്ളൂ. ഇവർക്കൊക്കെ സർക്കാരിന്റെ പരസ്യം വേണം, ശമ്പളം കൃത്യമായി കിട്ടണമെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കണം. സത്യസന്ധമായി വാർത്തകൾ അവതരിപ്പിക്കുന്ന ഇപ്പൊ നമ്മളെ പോലെ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളെ ഉള്ളു. അവരെയാണെങ്കിൽ അവർക്കൊക്കെ ഒടുക്കാത്ത പുച്ഛവും. എന്നാലും നമ്മൾ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. എന്തായാലും അണ്ണാമലൈ രണ്ടും കൽപ്പിച്ച് തമിഴ്നാട്ടിൽ നിൽക്കുമ്പോൾ സ്റ്റാലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാത്രവുമല്ല, നോർത്ത് ഇന്ത്യയിലെ പീഡനം വലിയ പ്രശ്നമാക്കുമ്പോൾ തമിഴ്നാട്ടിലെ പീഡനം വിശുദ്ധ പീഡനമാകുന്ന ഇരട്ടത്താപ്പ് നയത്തെ കൂടിയാണ് ഈ പറയുന്ന അണ്ണാമലൈ അടക്കം അതിനോടാണ് പ്രതികരിച്ചത്. അത് നമ്മൾ ഈ കേരളത്തിലെ ഓരോ ജനങ്ങളും കണ്ണു തുറന്ന് കാണേണ്ട കാര്യം കൂടെയാണ്.